നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റമാണ്. ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിലാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ അതിന് മെയിനായിട്ട് വരുന്ന 3 എലമെൻറ്റ്സ് ആണുള്ളത്: റെസിസ്റ്റർ, ഇൻഡക്റ്റർ ആൻഡ് കപ്പാസിറ്റർ. അതേപോലെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ വരുന്ന 3 എലമെൻറ്റ്സ് ആണ് മാസ്, സ്പ്രിങ് ആൻഡ് ഡാഷ്പോർട്ട്, അല്ലെങ്കിൽ ഡാമ്പർ എന്ന് പറയും. അപ്പോൾ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഇലാസ്റ്റിസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻ്റാണ്. ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഫ്രിക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻ്റാണ്. അപ്പോൾ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതെന്താണത്? ലീനിയർ മോഷനാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ഉണ്ട്. അവിടെ റൊട്ടേഷണൽ മോഷനാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിനകത്തേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫോഴ്സസ് ഉണ്ടാവും. ആ 3 ഫോഴ്സസ് ഏതൊക്കെ കാരണം ഉണ്ടാവുക? മാസ് കാരണം ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും, സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിസിറ്റി കാരണം ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും, ഡാഷ്പോർട്ട് കാരണം എന്തുണ്ടാവും? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സിനെ ഈ 3 എലമെൻ്റ് എന്ത് ചെയ്യും? ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് ഒരു ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്? സം ഓഫ് അപ്ലൈഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ് ഓൺ എ ബോഡി. അതായത് ഒരു ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ്, അല്ലെങ്കിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ സം ചെയ്യുക. ഈ സം ചെയ്യുന്ന ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെല്ലാം ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവും. അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? സം ചെയ്യുക. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ കുറച്ച് സിമ്പിൾസ് നിങ്ങൾ ഫെമിലിയർ ആണ്. ഈ സിമ്പിൾസ് ഫെമിലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഞാൻ പറഞ്ഞു 3 എലമെൻ്റാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നെന്താണ്? മാസാണ്. രണ്ടാമത്തത് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്നാണ് പറയുക. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ കെ ആണ്. പിന്നെ വരുന്നത് ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പറിൻ്റെ വിസ്കസ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ബി. അപ്പം 3 ടേംസ് ഇവിടെ നോക്കണം. എം എന്ന് പറഞ്ഞാൽ മാസ്, കെ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്, ബി എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ്. ഇനി നോക്കുക, നമുക്കറിയാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്തുണ്ടാവും? ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തെടുത്തു? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റീൻ്റെ ടേംസിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി വി ബൈ ഡി ടി. നെക്സ്റ്റ് വരുന്നത് എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ്. ഇനി ഞാൻ പറഞ്ഞു, ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിനകത്ത് നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സിന് 3 എലമെൻ്റ് എന്ത് ചെയ്യും? ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പം മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? എഫ് എം, ദാറ്റ് ഈസ് ഒപ്പോസിങ് ഫോഴ്സ് ഓഫേർഡ് ബൈ മാസ് ഓഫ് ദ ബോഡി. എഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ബൈ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ്. എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്രിക്ഷൻ ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ഡാഷ്
സപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സാണ് എന്ത് എഫ് പി. അപ്പം ഇത്രയും സിമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫെമിലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം ഓരോ എലമെൻറ്റിൻ്റെയും ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമുക്കറിയാം ഇവിടെ എത്ര എലമെൻറ്റ് ആണുള്ളത്, 3 എലമെൻറ്റാണ് വരുന്നത്. ദാറ്റ് ഈസ് മാസ്, സ്പ്രിങ് ആൻഡ് ഡാഷ്ബോർഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഒരു മാസിൻ്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന എലമെൻറ്റ് ആണ് മാസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു മാസ് നമ്മൾ വരയ്ക്കുന്നു. ആ മാസിൻ്റെ മുകളിൽ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. അപ്പോൾ മാസിന് എന്തായാലും ഈ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, എക്സ് ഉണ്ടാവും. ശരിയല്ലേ, എക്സ് ഉണ്ടാവും. അപ്പോൾ മാസിൻ്റെ ഈ എൻഡ് എന്താണ്, ഫിക്സഡ് ആണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാസ് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി തീർച്ചയായും ഈ മാസ് ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഇടും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് മാസ് ഒരു ഫോഴ്സ് ഇടും. അതാണ് എന്ത് വരുന്നത്, എഫ് എം എന്ന് പറയുന്നത്, എഫ് എം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ നമ്മൾ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ പ്രകാരം ഈ ഒരു മാസിൻ്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എന്താണ് വരിക, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്, ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് എം ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫ് എം എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ എഫ് എം ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് എം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ എന്താണ്, മാസാണ്. നമുക്കറിയാം മാസ് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, അതിന് ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ. മാസ് ഒരു പർട്ടിക്കുലർ കേസിൽ മാസ് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവും. സോ എഫ് എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് എം ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാൻ പറ്റും. ഇതെന്താണ്, ആക്സിലറേഷനാണ്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എഫ് എം ആണ്, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം, ഡാഷ്പോട്ട്. ഡാഷ്പോട്ട് ഞാൻ പറഞ്ഞു എപ്പോഴും ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എലമെൻറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഞാനൊരു ഡാഷ്പോട്ട് എടുത്തു. ഓക്കെ, ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന നോർമലി ഡാഷ്പോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ബി ആണ്. ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ ഒരു എൻഡ് എന്താണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമ്മളൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എലമെൻറ്റിന് എന്തുണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. അപ്പം ഇതിനെ ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ കാരണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് ഞാൻ എന്ത് ചെയ്തത്, എഫ് ബി, ദാറ്റ് ഈസ് ഒപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഈ ഒപ്പോസിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡി എക്സ് ബൈ ഡി ടി, അല്ലെങ്കിൽ വെലോസിറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മാസ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഒപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഒപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്താണ്, എഫ് ബി പ്രൊപ്പോർഷണൽ ടു ഡി എക്സ് ബൈ ഡി ടി, അല്ലെങ്കിൽ വെലോസിറ്റിയാണ്. സോ ഞാൻ എന്ത് ചെയ്തി, എഫ് ബി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. സോ ഇവിടെ ക്യാപിറ്റൽ ബി ആണ്, ഇത് എന്താണ്, ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി സിമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എഫ് ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഇവിടെ എഫ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, എഫ് പി ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് പി, സോ എഫ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എൻഡ് ഫിക്സഡ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് കേസ് കൺസിഡർ ചെയ്യുന്നത് നോക്കുക. ഈ കേസിൽ നമ്മൾ ഡാഷ്പോട്ട് എടുത്തു. ഡാഷ്പോട്ടിൻ്റെ ഈ ഒരു എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ എന്തല്ല, ഫിക്സഡ് അല്ല. ഇവിടെ ഫിക്സഡ് ആകുന്ന സമയത്ത് ഒരൊറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, എക്സ് മാത്രം. പക്ഷേ ഈ കേസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ഈ രണ്ട് എൻഡ് ഫ്രീ എൻഡാണ്. സോ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഈ സൈഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ സൈഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 ഇവിടെ എന്ത് എടുത്തു, x2 എടുത്തു. അപ്പോൾ നമ്മൾ നോക്കുക, ഒപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു ഡാമ്പിങ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് ബി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്തറിയാം, വെലോസിറ്റി, അല്ലെങ്കിൽ എഫ് ബി പ്രൊപ്പോർഷണൽ ടു ഡി എക്സ് ബൈ എന്താണ്, ഡി ടി ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം,
d/dt ഓഫ് x1 മൈനസ് x2 എന്ന് എഴുതണം. ദറ്റ് ഈസ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ x1 മൈനസ് x2. സോ എഫ് ബി പ്രൊപ്പോർഷണൽ ടു d/dt x1 മൈനസ് x2. സോ എഫ് ബി ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് ബി, ക്യാപിറ്റൽ ബി ഇൻറ്റു d/dt x1 മൈനസ് x2. സോ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു എഫ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു d/dt ഓഫ് x1 മൈനസ് x2. ഇനി അടുത്ത അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് നോക്കാം, സ്പ്രിങ്. സ്പ്രിങ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഏതാണ്? കെ ആണ്, ക്യാപിറ്റൽ കെ ആണ്. സോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്രിങ്ങിന് ഈ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഉണ്ടാവും. സോ തിരിച്ച് ഈ ഫോഴ്സിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ് തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അതാണത് എഫ് കെ. അപ്പം ഈ എഫ് കെ ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം, ഒരു മാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എക്സലറേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ d² x/dt² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു ഡാഷ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് എഫ് ബി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ dx/dt ആണ്. നെക്സ്റ്റ് വരുന്ന സ്പ്രിങ് ആണ്. സോ ഒരു സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എഫ് കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്, സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എക്സ് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് എന്തറിയാം? എഫ് ഇസ് ഈക്വൽ ടു എഫ് കെ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? കെ എക്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഇനിയിപ്പം നമുക്ക് രണ്ട് സൈഡും ഫ്രീ എൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, അതാണ് നോക്കുന്നത്. സോ അവിടെ നമ്മൾ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. സോ രണ്ട് സൈഡും ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ x1 ഇവിടെ x2. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് കെ പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. സോ ഇവിടെ എന്താണ്? രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് എഫ് കെ പ്രൊപ്പോർഷണൽ ടു x1 മൈനസ് x2 ആണ്. സോ എഫ് കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു x1 മൈനസ് x2 വരും. സോ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ് കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു x1 മൈനസ് x2. സോ ഇങ്ങനെയാണ് ഈ മൂന്ന് എലമെൻറ്റിൻ്റെയും ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമ്മൾ എഴുതും. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഫുൾ സ്റ്റെപ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്താണ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഒരു സിസ്റ്റം തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് കാണാം രണ്ട് മാസ് ഉണ്ട്, M1ഉം M2. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു പ്രോബ്ലത്തിലാണെങ്കിലും എത്ര മാസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത്രയും മാസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ രണ്ട് മാസാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ മാസ് എടുക്കുക, ഫസ്റ്റത്തെ മാസ്. ഞാൻ ആ മാസ് വരച്ചു. ഇനി ആ മാസ് വരച്ചതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് ആ മാസിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും ഡിസ്പ്ലേസ്മെൻറ്റും നോക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് ഈ ഒരു മാസിൻ്റെ മുകളിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, x1. അതുകൊണ്ട് ജസ്റ്റ് ഈ മാസ് എടുത്തു, ഇവിടെ ഞാൻ x1 ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ ഞാൻ കാണിച്ചു. ഇനി നോക്കുക, ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ആക്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ രണ്ടാമത്തെ മാസിൻ്റെ മുകളിനകത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിന് മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരൊറ്റ ഫോഴ്സും നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഒപ്പോസ് ചെയ്തിട്ട് കുറേ ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഫോഴ്സസാണ് ഇവിടെ ഒപ്പോസിങ് ഫോഴ്സസ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഈ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ മാസ് അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഞാൻ എന്ത് എഴുതും? M1 എഴുതും. ഇവിടെ നിങ്ങൾക്കൊരു ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് കാണാം B1. അതായത് ഈ മാസും ഈ സർഫസും തമ്മിലുള്ള ഫ്രിക്ഷനാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്തത്? B1. അപ്പോൾ അതൊരു ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതാണെന്ത്? FB1. ഇനി നിങ്ങൾക്ക് നോക്കാം, നെക്സ്റ്റ് ഇവിടെ ഒരു K1 കാണാം, അതായത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കാണാം. ഇതെന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് FK1. ഇനി നിങ്ങൾക്ക് നോക്കാം, രണ്ട് എലമെൻറ്റോട് ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഡാഷ് പോട്ട് അല്ലെങ്കിൽ B ഇതിൻ്റെ ഈ രണ്ട് മാസിൻ്റെയും
ഇടയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാസിന് x1 ഡിസ്പ്ലേസ്മെൻറ്റും ഈ മാസിന് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണം, ശരിയല്ലേ? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണം. അപ്പം ഈ ബി കാരണം എന്ത് ചെയ്യും, ഒരു ഒപ്പോസിങ് ഫോഴ്സിന് എഴുതി എഫ് ബി എന്ന് എഴുതി. ഇനി ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു കെ കാണാം, ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഇതും എന്താണ്, ഈ രണ്ട് മാസിൻ്റെ ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് കാരണവും വരുന്നതും നിങ്ങൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ആ ഫോഴ്സിനെ ഇവിടെ എന്ത് ചെയ്തെടുത്തു, എഫ് കെ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ആ ഒരു മാസ് എടുക്കുക, ഒരു ഫസ്റ്റ് ഒരു മാസ് എടുക്കുക, ആ മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും എഴുതാം. ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിന് ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സസും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇവിടെ നോക്കുക, ഇവിടെ ഫോഴ്സ് ഒന്നും ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാത്തതിന് ഇവിടെ എന്ത് ചെയ്ത് 0 എഴുതി. അതായത് സം ഓഫ് അപ്ലൈഡ് ഫോഴ്സസ് ഈക്വൽ ടു സം ഓഫ് ഒപ്പോസിങ് ഫോഴ്സ് ആണ്. സോ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഒന്നും ഇല്ലാത്തതിന് കൊണ്ട് ഞാൻ 0 എഴുതി. ഒപ്പോസിങ് ഫോഴ്സസ് ഏതൊക്കെ വരുന്നുണ്ട്, F1, FB1, FB, FK1, FK ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തി 0 എഴുതി. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. മാസ് ആണെങ്കിൽ എന്തായിരിക്കും നമുക്കറിയാം, മാസ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ d²x1/dt² ആണ്. ഫ്രിക്ഷൻ കാരണമുള്ളത് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ dx/dt ആണ്. സ്പ്രിങ് കാരണമുള്ളത് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, Fm1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, m1 × d²x1/dt². ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 അതിനെ കൊണ്ടാണ് x1 എഴുതിയത്. Fb1 എന്ന് പറഞ്ഞാൽ b1 × dx1/dt. FB ഇവിടെ ശ്രദ്ധിക്കണം, FB എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, b × d/dt ഓഫ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കണം. സോ ഈ മാസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, x1 - x എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് K1 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും, K1 എന്ന് പറഞ്ഞാൽ K1 × x1. നെക്സ്റ്റ് വരുന്നത് പ്ലസ് K എന്ന് പറഞ്ഞാൽ K ശ്രദ്ധിക്കണം, FK എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, കാരണം ഇതും എന്തിനോടാ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതണം. K × x1 - x is equal to 0. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക, റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ഫോമിലേക്ക് എഴുതുക, ജസ്റ്റ് x1 of x is equal to x of x into bs plus k divided by m1 square plus b1 plus b into s plus c into k1 plus k എന്ന് കിട്ടും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ സ്റ്റെപ്പിലെത്തും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ മാസ് എടുക്കുക. രണ്ടാമത്തെ മാസ് നമ്മൾ എഴുതുക m2. ഓക്കെ, ആ m2ൻ്റെ മുകളിൽ എക്സ്റ്റേണലായിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്, FK ആണ്. നിങ്ങൾക്ക് ഡയഗ്രാം നോക്കിയാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നുണ്ട്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ F of t ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഡയറക്ഷനിലാണ്. അപ്പം ഇതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്, x ആണ്. അപ്പം ആ x നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്കറിയാം ഈ ഒപ്പോസിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, കാരണം ഇങ്ങോട്ടൊരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് F of t വന്നാൽ ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് x ഉണ്ട് എങ്കിൽ അതിന് ഒപ്പോസ് ചെയ്യേണ്ട ഫോഴ്സ് ഉണ്ടാകും. ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് ഇവിടെ നോക്കുക, ഈ മാസ് കാരണം ഫോഴ്സ് ഉണ്ടാവും, ഈ ഡാഷ്പോർട്ട് കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഡാമ്പിങ് കാരണം അല്ലെങ്കിൽ ഡാഷ്പോർട്ട് കാരണം B2 കാരണം എന്ത് ചെയ്യേണ്ട ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 ഒപ്പോസിങ് ഫോഴ്സാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് Fm2, FB2, FB, FK. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, സം ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഒപ്പോസിങ് ഫോഴ്സ്. സോ ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. F of t is equal to ഏതൊക്കെയാണ് ഒപ്പോസിങ് ഫോഴ്സസ്, Fm2 പ്ലസ് Fb2 പ്ലസ് FB പ്ലസ് FK. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം Fm2 നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, m2 × d²x/dt². ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, x ആണ്. നെക്സ്റ്റ് Fb2 എന്ന് പറഞ്ഞാൽ b2 × dx/dt പ്ലസ് നെക്സ്റ്റ് ശ്രദ്ധിക്കുക, FB എഴുതുന്ന സമയത്ത് b × d/dt ഓഫ് x - x1 എന്ന് എഴുതണം. നേരത്തെ കേസിലും FB ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ ഈ മാസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ x1 - x എന്ന് എഴുതുന്നു. നിങ്ങൾ ഈ മാസിനാണ് കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ എഴുതണം, x - x1 എഴുതണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാസിൻ്റെ സൈഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം എഴുതിയിട്ട് രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. M1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x1 - x എന്ന് എഴുതണം. നിങ്ങൾ ഇനി M2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x - x1 എന്ന് എഴുതണം. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ FB is equal to b × dD of x - x1 എഴുതിയത്.
നെക്സ്റ്റ് കെയിൻ്റെ അതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ഞാൻ പറഞ്ഞു M1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഡയറക്ഷനിലും M2 ആണെങ്കിൽ നിങ്ങൾ ഈ ഡയറക്ഷനിലാണ് നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ടത്. സോ അതുകൊണ്ട് ഇവിടെ k ഇൻറ്റു എക്സ് മൈനസ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക, റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സോ ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് അല്ലേ. റേഷ്യോ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. സോ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഈ ഫോഴ്സ് എഫ് ആണെന്ത് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എസ് ആണ്. സോ എക്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ കിട്ടും.